കൊടകര കേസിൽ പുനരന്വേഷണത്തിന് സർക്കാർ. തിരുവനന്തപുരം. എങ്ങോട്ട് രാവിലെ കവർ കൊടുത്ത് കക്ഷി തിരക്കിക്കൊണ്ട്? ചന്തയെ പോണ കനകം. ചന്തയില്ല? ഇനി ഞാൻ നിങ്ങളടുത്തൊന്നും വാങ്ങിക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നീ മറന്നാ? ഇന്നല്ലേടി അങ്ങ് കാനഡയിൽ നിന്ന് അഭിമോനും ആൻസിമോളും വരുന്നത്. ഞാനെന്തായാലും ആ ചന്ത വരെ ഒന്ന് പോയി നോക്കിട്ട് പറ്റും മീനാ കോഴിയെ കിട്ടും. നാണമില്ലാത്തൊരു മനുഷ്യൻ. അമേരിക്കയിൽ അങ്ങ് ഉദ്യോഗത്തിന് പോയൊരു മോൻ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെയും കെട്ടി 2 വർഷം കഴിഞ്ഞ് നാട് കാണാൻ വരുമ്പോഴത്തേക്ക് അവന് മീനി മുട്ടയും വാങ്ങിക്കാൻ പോകുന്നൊരു തന്ത. ഓ എന്റെ കനകം, നീ നിന്റെ നാക്കിനൊന്ന് വിലങ്ങിടടി. അവര് വന്നിരിക്കുമ്പോ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എന്തൊക്കെ കാണുമോ ഭഗവാനെ. വെട്ട് നന്നായിട്ട് വെട്ടിക്കേറി കറി വെച്ച് കൊടുക്കും. ഇന്ന വരെ എനിക്കൊരു തേങ്ങ പോലും തിരിഞ്ഞു തരാത്ത മനുഷ്യനാണ് എന്റെ ചെതുമ്പലി വെട്ടി. പാകിസ്ഥാനിൽ ബോംബാക്രമണം. നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി 2 ബംഗ്ലാദേശികൾ അറസ്റ്റിൽ. കനകം പിള്ളേർ വന്ന നീ കണ്ടില്ലേ? ഇന്ന് രാവിലെ തുടങ്ങിയ പത്രവായനയാണ് എന്റെ അമ്മയ്ക്ക്. ഇതുവരെ തീർന്നില്ല. ഇതിന് മാത്രം എന്തോ ആണോ പത്രത്തിനകത്ത്? നേരത്തെ കണ്ണുപോലും തിരിയാത്തവളാ. അതൊക്കെ പോട്ടെ, വന്ന കാര്യം നിൽക്കാം. നിങ്ങൾ രണ്ടുപേരും ഫ്രഷ് ആവും മക്കളെ. ഞങ്ങളെന്നാ ഫ്രഷ് ആവട്ടെ അച്ഛാ. മുറിയിലോട്ടോ. അങ്ങനെ തന്നെ വേണോടാ നിനക്ക്. അവിടെ കിടക്കണം നീ ജയിലില്ല അലവലാതി. പപ്പാ മോളെ, ഇച്ചിരി വെള്ളം. വെള്ളം വേണ്ടിരിക്കുന്നു മോളെ, എടുത്തോ. ഓ ഇത് ഭയങ്കര ചൂടാ പപ്പ. ഫ്രിഡ്ജിനകത്ത് തണുത്ത വെള്ളം ഇരിപ്പുണ്ടോ? ഫ്രിഡ്ജില് ഉണ്ടായിരിക്കും മോളെ, നോക്ക്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ആരാ വെച്ചേ നിന്റെ കൊപ്പ? എന്താ മമ്മി? മമ്മിയോ? വേണ്ട മനുഷ്യ കേട്ടാ? ഓ അതിനിപ്പോ എന്തോ നിനക്ക്? മമ്മി കൊമ്മി പപ്പ കൊപ്പ എന്നൊക്കെ വിളിക്കണമെങ്കിലേ അങ്ങ് പാലായി പോയി നിന്റെ മമ്മിയും പപ്പയൊക്കെ വിളിച്ചാൽ മതി കേട്ടോ. ഇവിടെ താമസിക്കണമെങ്കിൽ അമ്മ അച്ഛ അതേ പറ്റത്തുള്ളൂ. ഓ എന്റെ കനകം ഒന്ന് നിരത്ത് നീ. മമ്മി കൊമ്മി. ഇത് ഷഷ്ടിയാ കേട്ടോ. ഞാൻ മുരുകൻ കോവിലാ പോകുന്നത്. തിരിച്ചു വരുമ്പോ കട്ടച്ചോറ് മേടിച്ചോണ്ട് വരാം, തൈരും കൂട്ടി കഴിക്കാം. ഇനിയിപ്പോ ഉച്ചത്തേക്ക് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ വയ്യുന്നേ. ഭയങ്കര തൊണ്ടവേദന. നീ അമ്പലത്തിൽ പോകണ്ടെന്ന് വെക്കണേ. അത് സാരമില്ല. ഇവളിതെങ്ങോട്ട് കെട്ടി ഒരുങ്ങിക്കൊണ്ട്? കൊച്ചിനെങ്ങോട്ടാ? ഇന്ന് സൺഡേ അല്ലേ, പള്ളി പോവാ. അല്ല കൊച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അതിപ്പോ എങ്ങനെ ശരിയാവും? അല്ല അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല ഞാനിവിടെ ഒന്നും വച്ചുണ്ടാക്കിയില്ലെന്നേ. കൊച്ചുണ്ടാക്കുമെന്ന് വെച്ചാലേ ഞാനൊന്നും ഉണ്ടാക്കാത്തത്. അവൻ്റെ അച്ഛനാണെങ്കിൽ കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറുന്നേ. കൊച്ചൊരു കാര്യം ചെയ്യും, ഈ ആഴ്ചത്തേക്ക് പോകണ്ട, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പോകാന്നേ വല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഓ അച്ഛൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് അത്ര കരുതലാണെങ്കിലേ അമ്മ അമ്പലത്തിൽ പോകണ്ടെന്ന് വെക്കേ. ഞാനെന്തായാലും പള്ളി പോവും. ഇവിടെ കറക്റ്റല്ലേ ആൻസി? എന്റെ ഭഗവാനെ, എന്റെ വീട്ടിൽ സ്റ്റാർ അല്ലേ കേട്ടി നോക്കുന്നു. അവിടെ എന്താ എന്റെ ദൈവങ്ങളെ വീട് മുടിക്കാനായിട്ട് ഒരുത്തൻ. ഇതെന്തിന്റെ പുറപ്പാടാണ് നീ? ഓ അമ്മ ക്രിസ്മസ് വരുമല്ലേ, ആൻസിക്കാണെങ്കിൽ ഒരു ആഗ്രഹം സ്റ്റാർ നോക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചു. ഓ ആൻസിയുടെ ആഗ്രഹമാണെങ്കിൽ എങ്ങ് പാലായി പോയി സ്റ്റാർ കെട്ടി തൂക്കണം, അല്ലാതെ ഇവിടെ അല്ല. അയ്യോ നീ ചോദിച്ചു ഇന്നവരെ ഈ വീട്ടിലൊരു സ്റ്റാർ തൂക്കി നീ കണ്ടിട്ടുണ്ടോടാ? അമ്മ ഞാൻ ഈ സ്റ്റാറും തൂക്കട്ടെ. നീ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് ഇറങ്ങടാ. ഷേടാ സ്റ്റാർ തൂക്കട്ടെ അമ്മ. എടാ ഇങ്ങോട്ട് ഇറങ്ങാൻ. ഓ അമ്മ അമ്മയുടെ പാട് നോക്കി പോയാ തർക്കുത്തരം പറയുന്നോടാ. താൻ തോന്നി. അയ്യോ എന്റെ അമ്മേ. അപ്പി തിന്നുമ്പം വയററിഞ്ഞ് തിന്നണം. വയറ്റിന് വേണ്ടാത്ത എന്തോ വലിച്ചു വാരി തിന്നിട്ടുണ്ട്, അതാ ഈ ഛർദില്. അബിയേ മോളെ കൊണ്ട് ഡോക്ടറെ കാണിച്ചോ മോനെ? പിന്നെ എന്തുവാ മോനെ അവള് ഛർദിച്ചതൊക്കെ? ആണോടാ? സന്തോഷ വാർത്തയാണല്ലോടാ.
ശരി ശരി ശരി, നിങ്ങളിങ്ങ് പോരെ. ശരി കനകം. ഫുഡ് പോയിസൺ പിടിച്ചല്ലേ? എനിക്കറിയായിരുന്നു. ഒമാതിരി തീറ്റയായിരുന്നില്ല അവളിവിടെ. ഓ എന്റെ കനകം അതൊന്നും അല്ല. പിന്നെ എന്റെ കനകം, നീ ഒരു അമ്മൂമ്മയാവാൻ പോണെന്നാ അവൻ പറഞ്ഞത്. ആണോ മനുഷ്യ? അയ്യോ പതുക്കെ പതുക്കെ വാ വാ, സൂക്ഷിച്ചേറുക. ആ വാ 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 രണ്ടുപേരും. അമ്മ മധുരം തരട്ടെ രണ്ടുപേർക്കും. വന്നേ. തളക്കെല്ലാം ഓക്കെ ആയ? പിന്നെ ജനിക്കുന്ന കൊച്ചിന് അച്ഛന്റെ കാസ്റ്റാ വെക്കുന്നത്, അതറിയാലോ രണ്ടുപേർക്കും. പിന്നെ ജനിക്കുന്ന കൊച്ചിനും അമ്മ പേരൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ കൊച്ചാണെങ്കിൽ വിജയൻ, പെൺകൊച്ചാണെങ്കിൽ മീനാക്ഷി. ഇവന്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ പേരാ. പിന്നെ മുടി എടുക്കാൻ പളനി തന്നെ കൊണ്ടുപോകണം, ചോറ് കൊടുക്കാൻ ചോറ്റാനിക്കറി. ഇവന് ഞാൻ നേർന്നതാ പണ്ട്, പക്ഷെ നടത്താൻ പറ്റിയില്ല. സാരയില്ല, ഇവന്റെ കുഞ്ഞിന് ചെയ്യാമല്ലോ. പോയി. അയ്യോ മധുരം കഴിച്ചില്ല. എന്താടാ നിന്റെ ഭാര്യ മോന്തം വലിച്ചേറ്റി പോയത്? അറിയില്ലമ്മ. ദേ കൊച്ചിനെ മാമോദിസ മുക്കാനെങ്ങാനുമാണ് പരിപാടിയെങ്കിൽ വിവരം അറിയും. ക്രിസ്ത്യൻ പാട്ടാ. പുഷ്ടതേ വയറ്റിക്കിടക്കുന്ന കൊച്ചിന് യേശുവിന്റെ പാട്ടൊക്കെ വെച്ചു കൊടുത്ത് മയക്ക് ക്രിസ്ത്യാനിയാക്കാൻ നോക്കും അവള്. പണ്ട് കാരണം വയറ്റിക്കിടന്നല്ലേ അഭ്യാസമൊക്കെ പഠിച്ചത്. എന്റെ കൊച്ചു കണ്ണാവായോ ഊഞ്ഞലാടാൻ വായോ അമ്മുമ്മയ്ക്കൊരുമ്മ നീ കൊണ്ടുവായോ. അയ്യോ അമ്മുമ്മേരെ തങ്കക്കുളം, ഇതൊരു ഉണ്ണിക്കണ്ണനാ. നീ നോക്കിക്കോ മോളെ. പിടിച്ചില്ല, ഉണ്ണിയേശോ എന്ന് പറയണായിരിക്കും. അപ്പൊ എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല. നിന്റെ അമ്മ എന്തൊക്കെയാ പറയുന്നത് ചെയ്തു കൂട്ടുന്നതൊക്കെ. നമുക്ക് കാനഡയിലോട്ട് തന്നെ തിരിച്ചു പോവാം. എന്നെ കൊണ്ട് ഇനി ഇവിടെ പറ്റത്തില്ല. നമുക്ക് പോവാം. മര്യാദക്ക് നാക്കും വൈകിട്ട് ഇരുന്നിരുന്നെങ്കിൽ വയസ്സാം കാലത്ത് പേരക്കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവളെ നാക്കൊന്ന് കാരണം അവര് നാട് വിട്ടുപോയി. എന്റെ മനുഷ്യ, അവൾ എന്തിനാ പ്രസവം എടുക്കാൻ വേണ്ടി കാനഡയിലോട്ട് പോയത്? ഓ എന്താണാവോ. കാനഡ ക്രിസ്ത്യാനികളുടെ നാടല്ലേ, അവിടെ അമ്പലങ്ങളൊന്നും ഇല്ലല്ലോ. ജനിക്കണ കൊച്ചിനെ ക്രിസ്ത്യാനിയാക്കാൻ തന്നെ. ഓ എന്റെ പേരക്കുട്ടി. ഓ എത്ര കിട്ടിയാലും പഠിക്കാത്തവള്.